മനുഷ്യ, നീ മണ്ണാകുന്നു. ബേസിക്കായിട്ട് നീ ആരാണ്? സുവിശേഷം പറയണത് ദൈവത്തെ മാറ്റി നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ചാരമാണ്. ഇതോടുകൂടി സഭ കടുത്ത ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കുമാണ് ഉൾവലിയുന്നത്. പണ്ടത്തെ കാലത്തേക്കാളും എല്ലാ സഭകളിലുള്ള അനേകം മക്കൾ മുമ്പത്തേക്കാൾ ഉപവസിക്കുന്നവരും നോൻപ് അക്ഷരാർത്ഥത്തിൽ ആചരിക്കുന്നവരുമാണ്. അങ്ങനെ ആചരിക്കുമ്പോൾ അതനുസരിച്ച് സുവിശേഷവിഹിതമായ ഒരു സാക്ഷ്യ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സഭയിൽ ചില കശപിശകളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ഇതൊന്നും ബാധിക്കാതെ പോകുന്നതിൻ്റെ കാരണം. അതെല്ലാ കാലത്തും ഉള്ളതാണ്. പക്ഷേ ജനങ്ങളുടെ ആധ്യാത്മികതയെയും സുവിശേഷവിഹിതമായ സാക്ഷ്യ ജീവിതത്തെയും ഒന്നും ബാധിച്ചിട്ടില്ല. കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവവും ദൈവാനുഭവവും എന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെ മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനെ സഭ എല്ലാ കാലത്തതുപോലെ സഭയും ഇതിനെ അതിജീവിച്ച് അങ്ങനെ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ അടയാളമായി സഭ ഇനിയും ഇനിയും വളരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. നോൻപിൻ്റെ തലേ ദിവസം നമ്മുടെ വിജയകുമാർ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എല്ലാവരും ഉപവാസത്തിലേക്ക് പോവുകയല്ലേ, ഞായറാഴ്ച ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കണമെന്ന് ചോദിച്ചു, സാറിൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലത്തീൻ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് 40 ദിവസമാണ് ഉപവാസം, നോൻപ് കാലം. ഈ ശരിക്കും വിഷുദ്ധി ബുധൻ മുതൽ ഈസ്റ്റർ വരെ 46 ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 6 ദിവസം 6 ഞായറാഴ്ചകളാണ്. ഞായറാഴ്ചകൾ കർത്താവിൻ്റെ തിരുവുദ്ധാന ദിവസമാണ്. നോൻപിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തെ ഒഴിവാക്കിയിട്ടില്ല. 6 ഞായറാഴ്ച കഴിയുമ്പോഴാണ് ബാക്കി 40 ദിവസം ഉള്ളത്. ഇത് ഭയങ്കര ഒരു വസന്തകാലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇത് ഏറ്റവും 2 അനുഗ്രഹം ഒരുമിച്ച് വരണതാണ്. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളിനോട് പറയുമായിരുന്നു, ഞാൻ ഡോക്ടറേറ്റിന് ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് സ്പെയിനിൽ പോയി വേറെ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ 2 ഒരേ സമയത്ത് പഠിച്ചു തീർക്കുകയാണെങ്കിൽ എനിക്ക് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നീ ശ്രമിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇതുപോലെ ഡബിൾ പദവി കിട്ടുന്നതാണ് ഈ നോൻപ് കാലം. നമ്മൾക്ക് ഉടമ്പടി എടുത്തവർക്ക് ഡബിൾ പദവിയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെയും നോൻപിൻ്റെ ഒരു കൃപ, അതിനുള്ളിൽ സുവിശേഷ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉടമ്പടിയുടെ വേറെ ഒരു ജീവിതം. ഈ നോൻപ് ജീവിതവും ഉടമ്പടി ജീവിതവും തമ്മിൽ ഭയങ്കരമായിട്ട് നമ്മൾ എംപവർ ചെയ്യിക്കും. നമുക്ക് പവർ ഇല്ലാണ്ട് ഒരു 0 പവറായി പോകും ചില സമയത്ത്. ജീവിതത്തിൽ 0 പവറായി കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ അനിത ടോമി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അനിത ടോമിയുടെ സാക്ഷ്യങ്ങളെന്ന് പറയണത്, അനിത ടോമിയുടെ വിഷയം ഒരു വല്ലാത്ത കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നത്തെ അവർ അനാവരണം ചെയ്തില്ല, നല്ല കാര്യം. നമുക്ക് അവിടെ സ്വകാര്യ വിഷയം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവർ ആ ഒരു സ്വകാര്യ പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ഭയങ്കര ആഴമുള്ളതാണ്. കാര്യം അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, വൈരാഗ്യം ഉണ്ടായി, വെറുപ്പുണ്ടായി, ഒറ്റപ്പെട്ട്, കുടുംബത്തിലുള്ളവർ തന്നെയാണ്. അപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അതിൻ്റെ ഉള്ളിൽ അവർ പ്രഗ്നൻറ്റുമായി. അതിൻ്റെ ഇമ്പാക്റ്റ് കാരണം ബ്ലീഡിങ്ങുമായി. ഭയങ്കരമായ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു ഭയങ്കര
നമുക്ക് താങ്ങാനാവാത്ത ഒരു മാനസിക ഭാരങ്ങളാണ്. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവളോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഈ സൈക്കോസോമ ഡിസീസ് പോലെ വരണതാണ്, മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കവും ആഘാതവും ഭാരവും ആണ് ബോഡിയെ ബാധിച്ചിട്ട് അത് പിന്നെ ബ്ലീഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്ന നല്ലതാണെന്ന്, ഒരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞു. കാര്യം ഉറക്കമില്ല, ആളിന് ഡിപ്രഷനായിപ്പോയി. ഉറക്കമില്ലാണ്ട് വന്ന് ഡിപ്രഷനായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ അവർ നമുക്ക് ഒരു ഹെൽപ്പ് തരും, ക്ലിനിക്കൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് ഇതൊക്കെ തരും. നമ്മളെ എംപവർ ചെയ്യാൻ അവരുടെ ഉദ്ദേശം, അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഉത്തേജകമായ ഉപദേശങ്ങളും ചിലപ്പോൾ മരുന്നും തരും. അപ്പോൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഇവർ പോവുകയാണ്. അതിനുശേഷം ഈ കൗൺസിലർ പറഞ്ഞു, നിങ്ങൾ കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്യാട്രിനെ കാണിക്കേണ്ടത്, ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കണമെന്ന് പറഞ്ഞു. മാനസികമായ ഉപദേശകനേക്കാൾ ഉപരി ഒരു മനോരോഗ വിദഗ്ധൻ. അപ്പം അത്ര കണ്ട് ഇവൾ ഡിപ്രസ്ഡായി പോയായിരുന്നു. മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ ഇപ്പം എനിക്കോ നിങ്ങൾക്കൊക്കെ ഇത് വരാം. പ്രത്യേകിച്ച് മലയാളത്തിൽ ഇത് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. തമിഴ്നാട്ടുകാരന് അധികം വരിക, അത്രയും വരത്തില്ല. തെലുങ്കുകാരന് അവരൊക്കെ കെയർലെസ് ആയിട്ട് ആവശ്യമില്ലാത്ത ബേബി കെയറൊന്നും കൊടുക്കണില്ല എല്ലാവരെയും. നമ്മൾ ആവശ്യമില്ലാത്ത എന്തൊരു ബേബി കെയറാണ്. അത് കാരണം ഇങ്ങനെ സ്പൂൺ ബേബിയായിട്ട് ബിസ്ക്കറ്റ് ബേബിയായിട്ട് ജനിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ കടന്ന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരണമല്ലേ. അത് ആവശ്യമില്ലാത്ത ഒത്തിരി കെയറുകൾ കിട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് ബേബി ആയി പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇവരുടെ വിഷയം കണ്ടില്ലേ, ഇവരുടെ വിഷയം വളരെ സീരിയസാണ്. അപ്പോൾ ഇവരോട് പറഞ്ഞത് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു. സൈക്കാട്രി അവർ കണ്ടു. അങ്ങനെ അദ്ദേഹം കുറച്ച് മരുന്നിനൊക്കെ കുറിച്ച് കൊടുത്തു. ഇപ്പോൾ ഉറങ്ങാനുള്ള മരുന്നുകളും മറ്റു തരത്തിലുള്ള ഹോർമോൺ ഉത്തേജകമായിട്ടുള്ള മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് ബലം കിട്ടും. പക്ഷേ ഇഷ്യൂ പോകത്തില്ലല്ലോ. നമ്മുടെ മനസ്സിനെ ആഘാതമാക്കിയ സബ്ജക്റ്റ് വൈസ് അവിടെ ഹീലിംഗ് ഉണ്ടാകാൻ വലിയ പാടാണ്. അതൊരു ടൈം കഴിയുമ്പോൾ മറന്നും പുറത്തും മാറി താമസിച്ചും ഒക്കെ ഇങ്ങനെ കുറച്ച് സബ്സൈഡ് ചെയ്ത് പോകുന്നല്ലാതെ ആ ഇഷ്യൂ അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കാനുള്ള സാധ്യത, രോഗകാരണങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇവളാണെങ്കിൽ ശരിക്കും ഒരുങ്ങി ഡിപ്രസ്ഡായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു സീറോയിലേക്ക് വരികയാണ്. സീറോയിലേക്ക് പറഞ്ഞ കാര്യം വെച്ചാൽ മാനസികാവസ്ഥ വളരെ മോശമായി. ഇപ്പം നമ്മൾ കീഴടങ്ങി കൊടുക്കത്തില്ലേ, കീഴടങ്ങി കൊടുക്കും. ചിലർ രോഗത്തിന് കീഴടങ്ങി കൊടുക്കും. പട്ടാളക്കാർ യുദ്ധം തോക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളക്കൊടി വീശും, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കും. അപ്പോൾ ശത്രുക്കൾ വന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വല്ല തുറങ്കിലും അടക്കും. ചിലപ്പോൾ അവിടെ കിടന്ന് ചത്തുപോയതും വരും. ചിലപ്പോൾ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരെ ഏൽപ്പിക്കുന്ന സമയത്ത് ജീവനുള്ളവർ തിരിച്ചേൽപ്പിച്ചതും വരും. എന്നാലും ഒരു തോറ്റ് കൊടുക്കുന്ന ഒരവസ്ഥ വന്നു, നമ്മൾ തന്നെ തോറ്റ് കൊടുക്കുന്ന അവസ്ഥ. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ട എന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായത്, ഇതിൻ്റെ മാസം തികയാതെ പ്രസവിക്കും, 7-ാം മാസം പ്രസവിക്കും. അതൊന്നും അനുജാട്ടോ പിന്നെ അധികം ചെയ്യണില്ല. കാര്യം മനസ്സ് വളരെയേറെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒത്തിരിയേറെ ആശങ്കകളോ സന്തോഷമോ അങ്ങനെയൊന്നുമില്ല. അതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്ക് അവരുടെ തൊണ്ടയുടെ അതിൽ വാ പൊളിച്ചപ്പോൾ 2 കുരുക്കൾ. അപ്പോൾ അതിനെ പക്ഷേ ലീസ്റ്റ് കോൺഷ്യസ് ആണ് ഇവൾ. ആ സംഭവം നേരത്തെ ഉള്ളതാണ്, 2-3 ആഴ്ചയായിട്ട് ഈ കുരുക്കൾ തൊണ്ടയിലുള്ളതാണ്. പക്ഷേ ഇവർ ലീസ്റ്റ് കോൺഷ്യസ് ആണ്. അതിൽ അവർ അഡ്രസ്സ് ചെയ്യണില്ല, ആ വിഷയം അഡ്രസ്സ് ചെയ്യണില്ല. പക്ഷേ എങ്കിലും ആശുപത്രി ചെന്നപ്പോഴേ ഇപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ അവർ വന്നത് ഇവിടെ ഈ എൻഡോക്രൈമിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു. തൊണ്ടയുടെ ചികിത്സയിൽ തിരക്കില്ലാത്ത ഡോക്ടർ ഏതാണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെന്നിരിക്കണത്
അപ്പോൾ തിരക്കില്ലാത്ത ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇതൊന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാത്ത ഡോക്ടറിനെ കണ്ടുപിടിച്ചത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്താ പരിപാടി, എത്ര ദിവസമായി ഇങ്ങനെ അങ്ങനെയൊക്കെ പുള്ളി ചോദിക്കണ്ടേ. അപ്പോൾ അത് ഉടനെ ഡോക്ടർ പറഞ്ഞു, ഇത് FNACക്ക് വിടണമെന്ന് പറഞ്ഞു. FNAC എന്ന് പറഞ്ഞാൽ സാമ്പിൾ ടെസ്റ്റാണ്, ബയോപ്സി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു കുറച്ച് തന്മാത്രകൾ എടുത്തിട്ട് ഒരു ടെസ്റ്റിന് വിടും. ടെസ്റ്റിന് വിട്ടിട്ട് ആ ടെസ്റ്റ് തിരിച്ചു വരുമ്പോൾ നേരത്തെ മാനസികമായി തകർന്നിരിക്കുന്ന ആൾ, പിന്നെ അകാലമായിട്ട് പ്രസവിച്ച ആൾ, പിന്നെ ഇപ്പോൾ ഈ അസുഖം കൂടി വന്നപ്പോൾ അതിൻ്റെ അകത്ത് ക്യാൻസർ പോസിറ്റീവാണ്. ക്യാൻസർ പോസിറ്റീവ് ആകുമ്പോൾ എന്നിട്ട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാനും തോന്നിയില്ല. ഈ FNAC ടെസ്റ്റിന് വിടുമ്പോൾ, ബയോപ്സിക്ക് വിടുമ്പോൾ വിടുന്നവരെല്ലാവരും വന്ന് പ്രാർത്ഥിക്കത്തില്ലേ, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കും. ഒടുങ്ങണേ അങ്ങോട്ട് ഒടുങ്ങട്ടെ, കണ്ട ഇതാണ് സാധനം, ഇതാണ് ഡിപ്രഷൻ എന്ന് പറയണത്. ഒടുങ്ങണേ അങ്ങോട്ട് ഒടുങ്ങട്ടെ എന്ന് വിചാരിക്കുന്നത് എനിക്കൊന്നും തോന്നണില്ല. അപ്പോൾ ഇതാണ് ഡിപ്രഷൻ്റെ ഏറ്റവും കാര്യം. സ്വന്തം ലൈഫ് തന്നെ സിങ്കിങ് ആയിട്ട് അതിനിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു കൈയെടുത്ത് തുഴയാൻ വേണ്ടി പോലും സ്വന്തമായിട്ട് ഇച്ഛാശക്തി തോന്നാത്ത ഒരാൾ, അത്രയും ഡിപ്രഷനാണെന്ന് അർത്ഥം. മനസ്സ് വൈരാഗ്യവും വിദ്വേഷവും വേറെ, സങ്കടങ്ങളും കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇതുമൂലം ശരീരത്തിനുണ്ടായിരിക്കുന്ന രോഗങ്ങളും അതിൻ്റെ പീഡകളും വേറെ. അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവൾക്ക് തോന്നുന്നുണ്ട്, തനിക്കെന്ത് ഈ ഒരു അവസ്ഥയിൽ ആരെങ്കിലും തന്നെ ഒന്ന് നല്ലവണ്ണം ഉപദേശിക്കണത് നല്ലതാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നൽ ഇവക്കുണ്ടായി. അപ്പോൾ ഇവളെ ഒരു റീന എന്നും പറഞ്ഞ് ഒരു ചേച്ചിനെ ഇവക്കറിയാം, ഇവളുടെ മനസ്സിലുള്ളതാണ്. കാരണം റീനയുടെ പ്രാർത്ഥനയും ജീവിത രീതിയും ഒക്കെ ഇവളെ മനസ്സിൽ. അപ്പോൾ ഒരു ആരെങ്കിലും തങ്ങളെ ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ, ഞാനും വന്ന് പെട്ടുപോയ അവസ്ഥയിൽ എന്നെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഇവളുടെ മനസ്സിൽ വരുന്ന പേര് റീന എന്നുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മ. ഈ റീനയെടുത്ത് ചെന്ന് പറയും, ഇവിടെ താൻ എന്നെ ഒന്ന് ഉപദേശിക്കേ. കണ്ട ഉപദേശത്തിൻ്റെ വിഷയം വേണ്ട. അപ്പം ഒരേ വിഷയം പോണ ആ രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ റീനയോട് പറയും, ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്യാൻസറാണ്, അതുപോലെ തന്നെ എനിക്ക് ഡിപ്രഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഉടനെ റീന ഇത് കേട്ട് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനും ഇല്ലെന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, നിനക്കൊരു ഡിപ്രഷനും ഇല്ല, നീ ഇന്ന് തന്നെ കൃപാസനത്തിലല്ലേ, അമ്മ ബാക്കി തീരുമാനിക്കട്ടെ എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഒരു വിഷയം സോൾവ് ചെയ്യുന്ന രീതി കണ്ട. റീനയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ആൻഡ് ഫുൾ കൺവിൻസ്ഡ് അബൌട്ട് കൃപാസനത്തെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചും അവിടെ ചെന്നാൽ ആ കാലന്ന് കുത്തിയാൽ അമ്മ ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതിനെക്കുറിച്ച് റീനയ്ക്ക് നല്ല ബോധ്യമാണ്. തകർന്നടിഞ്ഞ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ഒറ്റ വാക്ക് പറഞ്ഞു, നിനക്കൊരു ഡിപ്രഷനുമില്ല, ഒരു ചികിത്സയുമില്ല, ആ മരുന്നെല്ലാം നീ കൃപാസനത്തിലല്ലേ, അമ്മ ഈ വിഷയത്തെ തീരുമാനിക്കുമെന്ന് പറയും. അതാണ് ബോധ്യം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞതാണ്. ഇവർ അന്ന് വന്നില്ല, പിറ്റേ ദിവസം കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് അവർ ഉടമ്പടി എടുക്കും. ഇവർ പറയണതേ, ഉടമ്പടിയുടെ ക്ലാസ് ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ദിവസം, നിങ്ങൾക്കറിയില്ല ഉടമ്പടി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ എൻ്റെ ക്ലാസ് ആയാലും ജോമോളുടെ ക്ലാസ് ആയാലും ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡാണ്. റെക്കോർഡ് ചെയ്തിട്ട് നമ്മളവിടെ കേൾപ്പിക്കണതാണ്. എപ്പോഴും ഞങ്ങൾക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേ ഉടമ്പടി ക്ലാസ് കേട്ടപ്പോൾ തന്നെ എൻ്റെ വൈരാഗ്യം പോയി, എൻ്റെ വിദ്വേഷം പോയി, ഞാൻ ആകപ്പാടെ വിശുദ്ധീകരിച്ചത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇത് അനേകം മക്കൾക്ക് സംഭവിക്കുന്നതാണ്. കാര്യം ഉടമ്പടിയുടെ ക്ലാസ്സിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അവിടെ പോയിരുന്നുണ്ട് കടമാൻ പോത്തിനെ പോലെ ഉറങ്ങുന്ന കക്ഷികളുണ്ട്. അതുങ്ങൾ ജീവിതകാലം മുഴുവൻ ഉറങ്ങുകയേ ഉള്ളൂ. പിന്നെ എനിക്ക് സന്തോഷമാണ്, പത്രം ആൾക്കാരെ കൊടുക്കുകയല്ല. ഉറങ്ങണവരാണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ പത്രം കൊടുക്കേണ്ടി വരില്ല. കാര്യം പത്രത്തിലല്ലേ പരിശുദ്ധ അമ്മ എല്ലാ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജനങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നതും അറിയാത്തവരെ അറിയിക്കുന്നതും ആഴപ്പെടുത്തുന്നതും നിങ്ങളെ പ്രേക്ഷിതരാക്കുന്നതും എല്ലാം ഈ പത്രമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് പകുതി മുക്കാൽ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എൻ്റെ ഇതുപോലുള്ള സംസാരങ്ങളും വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. കൃപാസനത്തിന് മിഷൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ മിഷൻ എപ്പോഴായാലും ഇങ്ങനെ
ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെയാണത് ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവരണത്. അപ്പോൾ ഇത് ക്ലാസ് കേട്ടപ്പോൾ തന്നെ വൈപ്പായി. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭാരങ്ങളെല്ലാം മാറുകയും വിദ്വേഷം മാറുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാണ് അതിൻ്റെ അകത്ത്. അതാണ് എൻ്റെ അകത്ത് വിഷയമിരിക്കണത്. കാര്യം തനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, താനീ ചെയ്യണതൊന്നും ശരിയല്ല, ദൈവത്തിന് നിരക്കുന്നതല്ലെന്ന് സ്വയമായി ബോധ്യമൊക്കെയുണ്ട്. പക്ഷെ അവളോട് കാണിച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് വൈരാഗ്യം ഒട്ടും മാറണമില്ല. അങ്ങനെ ഒരു പെട്ടിരിക്കുന്ന ആളെ അവൾ കാണിക്കുന്ന വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ശരിയല്ലെന്നും അതൊക്കെ മാറേണ്ടതാണെന്നും അവൾക്കറിയാം. പക്ഷേ അവളോട് കാണിച്ചിരിക്കുന്ന വ്യക്തികൾ അതിനുള്ള കാരണങ്ങളില്ലാത്ത കൊണ്ടും മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന കാരണവും അവൾക്ക് അതിൽ നിന്ന് പിന്തിരിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു കാണാത്ത കയറെ കെട്ടിയിട്ടുള്ള വിഷമസന്ധിയിൽ അങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, അവിടെ ഇവളുടെ ഒരു ആത്മാർത്ഥത കാരണം ദൈവം ആദ്യമേ തന്നെ ഇൻസെൻറ്റീവ് എന്ന് പറയും. നമ്മൾ ഇൻസെൻറ്റീവ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസെൻറ്റീവ് ഒരു അച്ചാരം പോലെ ഒരു അഡ്വാൻസ് നമ്മളുടെ നിന്നൊരു വ്യക്തിപരമായ താല്പര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു 10% താല്പര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആകർഷണ മേഖലയിൽ നിന്ന് പൂർണ്ണമായി വഴുതി പോയിട്ടില്ല, ഇപ്പോഴും ഒരു നോട്ട് പിടുത്തമുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഞാൻ സിന്ധു ഡെൽസൺ, ഹരിപ്പാട് നിന്ന് വരുന്നു. 2019 മാർച്ച് 1-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം നല്ല രീതിയിൽ തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെ ഞാനൊരു ബിസിനസ് നടത്തി വരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഞാനും ഫാൻസി ലൈറ്റ് ഷോറൂമായിരുന്നു അത്. പക്ഷേ 17 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഈ ഒരു 5-8 വർഷമായിട്ട് ജോലിയും ഒന്നുമില്ലാതെ തകർന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞങ്ങൾ. ആ സമയത്ത് കുവൈറ്റിലുള്ളൊരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. ഇവിടെ അടുത്ത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ആണെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു. ചേച്ചി പറഞ്ഞു, നീ ഒന്ന് അവിടെ വരെ പോയി, അവിടെ ഉടമ്പടി അങ്ങനെയൊക്കെ ഉണ്ട്, നീ ഒന്ന് അവിടെ വരെ പോകാൻ പറഞ്ഞു. ഞാൻ അന്ന് തന്നെ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കണ്ടായിരുന്നു. അന്ന് തന്നെ പിറ്റേ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ കൂടി ഇവിടെ വന്നപ്പോൾ ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ധ്യാനം കൂടി ഞങ്ങൾ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു. എൻ്റെ മൂത്ത മോൻ +2 പഠിക്കുമായിരുന്നു. ആ സമയത്ത് അവന് +2 എക്സാം എഴുതാനായിട്ട് ഒരു 3000 രൂപ കൂടി എനിക്ക് അടക്കാനുണ്ടായിരുന്നു ആ സ്കൂളിൽ. അപ്പോൾ അത് അടക്കാതെ എനിക്ക് മോനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ലെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഞങ്ങൾ ആ സ്കൂളിന് വേണ്ടി സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3000 രൂപ അടക്കാത്ത ഒരു കാര്യം പറഞ്ഞ് മോനെ പരീക്ഷയ്ക്ക് ഇരുത്തില്ല. ആ സമയത്തായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. ബസ് കാശ് പോലും ഇല്ലാതെ കറക്റ്റ് ബസ് കാശുമായിട്ടാണ് ഇവിടെ വന്നിരുന്ന സമയത്ത് പ്രിൻസിപ്പാൾ, പിറ്റേ ദിവസം എക്സാമാണ്, പ്രിൻസിപ്പാൾ അപ്പോഴും പറഞ്ഞു മോനെ പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല പൈസ അടക്കാതെ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാനിവിടെ അമ്മയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്, ഡെൽസേട്ടൻ തിരിച്ചു പോക്കോ, ഞാനിവിടെ മാതാവിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പകുതി വഴി എത്തിയപ്പോൾ തന്നെ ബസ് കയറി പുള്ളി തിരിച്ചു പോയി. ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പകുതി എത്തിയപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, അവൻ്റെ മിസ്സ് തന്നെ വന്ന് പറഞ്ഞു, ഞാൻ അവൻ്റെ ഫീസ് അടച്ചോളാം, അവനെ പരീക്ഷയ്ക്ക് ഇരുത്തണമെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ, ആ സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. +2 അവന് നന്നായിട്ട് A+ മേടിച്ച മോൻ തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടോ എന്തോ അവന് 64% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മ്യൂസിക്കിൽ ഒരുപാട് ഇതുള്ള മോനായിരുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ മൊത്തം മ്യൂസിക്കാണ് അവൻ്റെ ഇതിൽ. അപ്പം അടുത്ത ഇതിലേക്ക് അവന് ഡിഗ്രിക്ക് ഒന്നല്ല BA മ്യൂസിക് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനവും ഇല്ല ആ സമയത്ത്, ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു കോഴ്സുണ്ട്, ഓഡിയോഗ്രാഫിയുടെ ഒരു കോഴ്സുണ്ട്, അപ്പോൾ അതിനെനിക്ക് ചേരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് ഒരുപാട് ഫീസൊക്കെ കൊടുക്കണം, എന്നാലും നമുക്ക് അവിടെ വരെ പോകാമെന്നും പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചെന്ന് കയറുമ്പോൾ കാണുന്നത് കൃപാസനത്തിലെ വലിയ സ്ക്രീനിൽ ആ കോളേജിൽ അച്ഛൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, എന്തായാലും എൻ്റെ മോന് ഇവിടെ അഡ്മിഷൻ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 70% മാർക്കുള്ളവർക്കേ ഇവിടെ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉടമ്പടി എപ്പോൾ എവിടെ ഇറങ്ങിപ്പോയാലും ഞാൻ അമ്മയുടെ കാശ് രൂപ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നു. അതിലവന് അധികം മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻ്റർവ്യൂവിൽ 5 പേരിരിക്കണ ഒരു പാനൽ അവൻ ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂവിൽ അവൻ പാസ്സായി. അവൻ അവിടെ അഡ്മിഷൻ കിട്ടും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വർക്ക് വന്നു. അവൻ അത് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഹസ്ബൻഡിനെ ഞാനിവിടെ ഒക്ടോബറിൽ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തു. എനിക്കൊരു ജോലി ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി അങ്ങനെ ഒന്ന് തരണം എന്നായിരുന്നു. വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ബാധ്യതകൾ മാറ്റണം, ഹസ്ബൻഡിനൊരു ജോലി. 6 നിയോഗങ്ങളൊന്നും ഞാൻ വെച്ചില്ല. എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എന്തായാലും ജപമാല റാലിയിൽ പങ്കെടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേറെ ഒരു ജോലി അറിയില്ല. 15 വയസ്സ് മുതൽ ബിസിനസ് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിന് ഡ്രൈവറുടെ ഒരു മിനറൽ വാട്ടർ ഒരു വണ്ടിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. കാര്യം ഇത്രയും വലിയൊരു മുതലാളിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇത്രയും വർഷം ബിസിനസ് ചെയ്തിട്ട് ഇതിൽ പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് ആ വണ്ടിയിൽ കയറി ഡ്രൈവറായിട്ട് പോയി. ഡെയിലി 600-700 രൂപ ഓരോ ബോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് പൈസ കിട്ടുന്നേ. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. 23 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചിലവിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പിന്നെ മോൻ്റെ പഠിത്തവും സെമസ്റ്റർ ഫീസൊക്കെ നല്ല എമൗണ്ട് ആയിരുന്നു. അപ്പം അതൊക്കെ കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അന്നേരം ഓർത്തു എനിക്ക് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 3 മാസം കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ വീണ്ടും ഞാൻ നിയോഗം വെച്ചു. എനിക്ക് ഇത് തന്നെ ഒരു സ്വന്തമായിട്ട് വാങ്ങിക്കാൻ മാതാവ് എന്നെ അനുഗ്രഹിക്കണേ. അതേപോലെ തന്നെ എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഏജൻസി ഞങ്ങളുടെ പേരിലേക്ക് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ലോൺ എടുത്തിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലോണൊക്കെ റെഡിയായി. അത് വാങ്ങിക്കാൻ സാധിച്ചു. മിനറൽ വാട്ടറിൻ്റെ ആ ഏജൻസി ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു. അങ്ങനെ അതിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വീടൊന്നും ഞങ്ങൾ മാറി. അപ്പോഴത്തേക്കും വീട് വേറൊരു സ്ഥലത്തേക്ക് മാറി. അവിടെ വെച്ചിട്ടാണ് മോന് ചെറിയ വർക്കൊക്കെ വന്നപ്പോൾ വിചാരിച്ചു നമ്മൾക്ക് ഇതുകൊണ്ട് ചിലവ് മാറുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവനൊരു എഡിറ്റിംഗ് ലാബ് തുടങ്ങാം എന്ന് വിചാരിച്ച ഞങ്ങൾ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. വാടക വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഒരു ബാങ്കിലാണെങ്കിലും ലോണിന് ചെല്ലുമ്പോൾ ഒരു കരടച്ചതില്ല, അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ലോണ് തരത്തില്ലല്ലോ. എന്നാലും ഒരു ധൈര്യത്തിൽ മാതാവിൻ്റെ ഉടമ്പടി മാത്രമേ ഉള്ളൂ എനിക്ക് ഡോക്യുമെൻ്റായിട്ട്. ആ ഉടമ്പടി പത്രം ഞാൻ ആ ഫയലിൻ്റെ ഉള്ളിൽ വെച്ചു. കാശുരൂപം കയ്യിൽ വെച്ച് നേരെ ബാങ്കിലോട്ട് ചെന്നു. ഒരു മാഡം ആയിരുന്നു ആ ബാങ്കിലെ മാനേജർ. ചെന്നിട്ട് പറഞ്ഞു എഡിറ്റിംഗ് ലാബ് തുടങ്ങാനാണ് ഞങ്ങൾക്ക് PMEGPയുടെ ലോൺ ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു എന്താണ് നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല ഡോക്യുമെൻ്റ്, എൻ്റെ ID മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ശരി, അത് കാണിക്കാൻ പറഞ്ഞു. അത് കാണിച്ചു. എൻ്റെ മോൻ്റെ ID കാണിച്ചു. അത് എടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഇതിൻ്റെയൊക്കെ കോപ്പി എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ താമസിക്കുന്നത്, എത്ര വർഷമായി താമസിക്കുന്നത്, എങ്ങനെ ബിസിനസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തിരിച്ച് മാഡം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റൂം ആദ്യം നോക്കിയിട്ട് ബാക്കിയുള്ള ആ റൂമിന് ലൈസൻസ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാര്യം ഈ 10 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ലോണിന് വെച്ച്. അത്ര ഉണ്ടെങ്കിലാണ് ചെറുതായിട്ടെങ്കിലും എഡിറ്റിംഗ് ലാബ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതിശയമായിട്ടാണ് ഞാൻ പഞ്ചായത്ത് ലൈസൻസിന് ചെന്നു. അതുമൊക്കെ പെട്ടെന്ന് റെഡിയായി ചെന്ന്. പക്ഷേ റൂം അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ ഒരു റൂം എടുത്തു. അതിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടായി, അത് പോയി. രണ്ടാമത് അതിന് റൂം എടുത്തു, അതും പ്രശ്നമായി പോയി. അങ്ങനെ 3 പ്രാവശ്യം ഞങ്ങൾ റൂം എടുത്തു. ആ റൂമൊന്നും നടന്നില്ല. അന്നേരം അതിലൊന്നും നടന്നില്ല. അതിന് അഡ്വാൻസ് കൊടുത്തില്ലായിരുന്നു. അന്നേരം അത് നടക്കാതെ ആയപ്പോൾ എൻ്റെ ഉടമ്പടി ഫസ്റ്റ് പേപ്പർ തീർന്നായിരുന്നു. അപ്പോൾ ഈ ജോലി കിട്ടിയ നിയമങ്ങളൊന്നും ഞാൻ എഴുതിയില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതൊന്നും ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞു നീ നിൻ്റെ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, നീ ഇവിടെ എഴുതി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തിട്ട് പോയി. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് ഉടമ്പടി പത്രം പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനം അധിക്കുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും കേൾക്കും. ഞാൻ കേട്ടപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ വെച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും വെച്ച് ആവർത്തിക്കരുത്, പുതിയത് എന്തെങ്കിലും വെക്കണമെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇനി വെക്കേണ്ടത്, നമുക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. അത് അരമണിക്കൂറൊന്നുമില്ല, എനിക്ക് വിഷമം വരുമ്പോൾ ഒക്കെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കും. വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യും. സങ്കീർത്തനം
സങ്കീർത്തനങ്ങൾ 23 ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴും എപ്പോഴും 24 മണിക്കൂർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ബൈബിൾ വായിച്ചപ്പോൾ ലൈറ്റുകൾ എൻ്റെ മനസ്സിൽ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, ലൈറ്റുകൾ മാത്രം ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഓടി എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾക്ക് ഈ നേരത്തെ പറഞ്ഞ ബാങ്കിലൊന്ന് ഫാൻസി ലൈറ്റിൻ്റെ ഷോറൂം തുടങ്ങാൻ വേണ്ടി ചെന്ന് ചോദിച്ചാലോ. ഞാൻ പറഞ്ഞു സെയിൽസിന് വേണ്ടി ആരും ലോണ് തരത്തില്ല, നിനക്ക് വട്ടാണ്, നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷേ എൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട്. ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ആ മാനേജർ മാറിപ്പോയി, വേറെ മാനേജറായിരുന്നു. അവർ പറഞ്ഞു നിങ്ങൾക്ക് കരമടച്ചതില്ല, ഒന്നുമില്ല, നിങ്ങൾ റെൻറ്റിന് താമസിക്കും, നിങ്ങൾക്ക് ലോണ് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പം തന്നെ എൻ്റെ ധൈര്യം കൈവടിഞ്ഞില്ല. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി പത്രമുണ്ട്, കാശ് രൂപമുണ്ട്. ഞാൻ വേഗം വേറൊരു ബാങ്കിൽ ചെന്നപ്പോഴും അവർ ലോൺ തന്നില്ല. ഒരു ദിവസം ഞാൻ അങ്ങനെ പണ്ട് ഞാൻ ഹെൽത്ത് ക്ലബ്ബിൽ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലല്ലോ, ഇപ്പോൾ റൂം എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം, അതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു 10 വർഷം മുമ്പെങ്കിൽ ഹെൽത്ത് ക്ലബ്ബിൽ പോകുമായിരുന്നു. അവിടുത്തെ ഒരു ആൻറ്റി ഒരു 8 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഈ ട്രാജഡിയൊക്കെ അറിഞ്ഞിട്ട് ആൻറ്റി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിപ്രഷൻ, എനിക്ക് ആ സമയത്ത് ബിസിനസ്സൊക്കെ തകർന്നതിൻ്റെ ആ ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ആരുടെയും ഫോൺ എടുക്കത്തില്ല, ആരോട് സംസാരിക്കത്തില്ല, വീടിൻ്റെ അകത്ത് അടച്ചു പൂട്ടി പ്രാർത്ഥിക്കൽ മാത്രമായിരുന്നു. അങ്ങനെ ആൻറ്റി ഒരു ദിവസം എൻ്റെ കൂടെ തന്നെയുള്ള ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി എനിക്ക് നമ്പർ തന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് ആൻറ്റിയെ വിളിക്കണം, ആൻറ്റി നിന്നെ കോണ്ടാക്ട് ചെയ്തു, നീ ഫോൺ എടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ നമ്പർ വാങ്ങിച്ച് വിളിച്ചു ആൻറ്റിയെ. അപ്പോൾ ആൻറ്റി മോൾ എവിടെ താമസിക്കുന്നത്, ഞങ്ങൾ നിന്നെ കുറേ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആൻറ്റിയുടെ അടുത്ത് വരാം. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആൻറ്റിയോട് എൻ്റെ ഇതൊക്കെ പറഞ്ഞത്. അവിടെ ചെന്നു, ഒരു പ്രാവശ്യം ചെന്നു, ആൻറ്റി വിഷമങ്ങളൊക്കെ കേട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. രണ്ടാമതും ഞാൻ ചെന്നു. മൂന്നാമത് ചെന്ന് എന്നോട് പറഞ്ഞു, നീ ഒന്ന് ഇവിടെ വരെ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നു. എന്താ ആൻറ്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്താ ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ മോൾ ഇവിടെ മോനെയും കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ആൻറ്റിയുടെ ഹൈവേക്ക് സ്ഥലം പോകുമായിരുന്നു. അപ്പോൾ അവർ ബിൽഡിങ്ങൊക്കെ പൊളിച്ചതിൻ്റെ പൈസ കൊടുക്കുന്നു അവർക്ക്. അപ്പോൾ വേഗം ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ ഈ പൈസ കൊടുക്കുന്നേ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അയാളോട് പറഞ്ഞു ആ പൈസ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു 20,000 രൂപ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആൻറ്റിക്ക് എണ്ണാനുള്ള ബുദ്ധിമുട്ട്, പ്രായമുണ്ട് ആൻറ്റിക്ക്, എണ്ണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും വിചാരിച്ചു. ഞാൻ ആ പൈസ എണ്ണി തിരിച്ച് ആൻറ്റിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു മോള് അകത്തേക്ക് കയറിയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് ചെന്നപ്പോൾ 1,00,000 രൂപ എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരണതാണ്, നീ കട തുടങ്ങി പഴയതിലും നല്ലതായിട്ട് നീ തിരിച്ചു വരണം. ആ സമയത്ത് എനിക്ക് എന്താ പറയണ്ടേ, മാതാവ് എനിക്ക് നേരിട്ട്, കാര്യം 1 രൂപ പോലും കയ്യിലില്ലാതെ ഇരിക്കുന്ന സമയം, ഒരാൾ പോലും നമുക്ക് കടം ചോദിച്ചാൽ പോലും തരാത്തൊരു സമയം. ആ സമയത്ത് ഇങ്ങനെ 1,00,000 രൂപ എൻ്റെ കയ്യിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതാണ്. വെച്ച് തന്നപ്പോൾ ഞാൻ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട ആൻറ്റി, ഇതിൽ 10,000 രൂപ ഞാൻ എടുത്തോളാം, ഞാൻ ആൻറ്റിയുടെ അനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇല്ല നീ ഇത് വെച്ചോ, ഇതുകൊണ്ടൊന്നും ആകത്തൊന്നുമില്ല, എന്നാലും ഞാൻ തരുവാന്ന് പറഞ്ഞിട്ട് തന്നു. അത് വാങ്ങിച്ചു. ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി കട കണ്ടു, കടക്ക് അഡ്വാൻസ് 1,00,000 രൂപ കൊടുത്തു. എന്നിട്ട് വീണ്ടും ലോണിന് ഞാൻ പോയപ്പോൾ 3 മാസം ഒരു ബാങ്ക് തന്നെ ഇട്ട് ഒരുപാട് പേപ്പറൊക്കെ കൊടുത്തു നടത്തി. അവസാനം അവർ പറഞ്ഞു നിങ്ങൾക്കൊരു കൊളാട്രലും ഇല്ലാണ്ട് ലോൺ തരാൻ പറ്റത്തില്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ വ്യവസായ ഓഫീസിൽ വന്നു. വ്യവസായ ഓഫീസറെ കണ്ടപ്പോൾ വ്യവസായ ഓഫീസർ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പ്രോജക്റ്റ് റെഡിയാക്കി തരാം, വിഷമിക്കുകയൊന്നും വേണ്ട, ഞാൻ പറയണ ബാങ്കിൽ നിങ്ങൾ ഇത് കൊണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ 3 മാസം ഇട്ട് നടത്തി, എനിക്ക് കരടച്ചതില്ല, എൻ്റെ ID പ്രൂഫും, ഇനി എൻ്റെ മനസ്സിൽ ഞാൻ പറയണ്ട, എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി വലിയ ഡോക്യുമെൻ്റാണ് എനിക്കത്. അപ്പോൾ അതുകൊണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞെങ്കിലും മാനേജർ പറഞ്ഞു നിങ്ങൾ നേരിട്ട് വ്യവസായ ഓഫീസർ പറഞ്ഞു മാനേജറുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആ ഉടമ്പടി പ്രോജക്റ്റുമായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ ആ മാനേജർ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ എടുത്ത് മേടിച്ച് വെച്ചു. എൻ്റെ സ്റ്റാറ്റസൊക്കെ നോക്കി അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. വേറൊന്നും എന്നോട് സംസാരിച്ചില്ല. നിങ്ങളെ പിന്നെ ഇതിൻ്റെ ലോണിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറഞ്ഞു. അപ്പം അതിനിടയിൽ ഇതിന് സെയിൽസിന് പൈസ തരത്തില്ല, അങ്ങനെ ഒരു ലോണേ ഇല്ല, സ്കീമില്ലെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ആ മാസമാണ് ട്രേഡ് എന്നുള്ള ഒരു ഇത് അതിൽ കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അതെന്ന്. ആ സ്കീമിൽ അന്നേരമാണ് ആ സ്കീം വന്നത്. അങ്ങനെ ഞാൻ ബ്രാഞ്ചിൽ നിന്ന് തന്നെ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെറിയൊരു ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ട്, ഒരാൾക്ക് 1 ലോണേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വയ്ക്കുന്നത്, എൻ്റെ ഏജൻസിക്ക് വേണ്ടിയിട്ട്, ഒരു മിനറൽ വാട്ടറിൻ്റെ ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തത്, അത് ചെറിയൊരു ലോണായിരുന്നു ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ബിസിനസ് ലോണെന്ന് ഇതിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി അത് വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായ കടയുടെ ഫോട്ടോ വരെ
ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ട് അവരെ കാണിച്ചു. അങ്ങനെയെങ്കിലും എനിക്ക് തരട്ടെ എന്ന് വിചാരിച്ച്, കള്ളം പറയുമോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ട് കാണിച്ചതാണ്. അപ്പം ആ വെരിഫിക്കേഷൻ വന്ന പുള്ളി പറഞ്ഞു എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ എന്തായാലും ഇത് ബാങ്കിന് കൈമാറാം എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ബാങ്കിൽ കൊണ്ട് കൊടുത്തു. പക്ഷേ എനിക്ക് എന്ത് ഈസിയായിട്ട് 10 ലക്ഷത്തിന് പകരം 16 ലക്ഷം രൂപ എനിക്ക് ലോൺ അവർ അനുവദിച്ചു തന്നു. കേവലം ഒരു ID പ്രൂഫിൽ മാത്രം എനിക്ക് ആ 16 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു തന്നു. പിന്നെ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗം. ജീവിതത്തിൽ എനിക്ക് തിരിച്ചു വരാൻ അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു അത്. എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ഓരോരുത്തർ ലോണിന് വന്ന് കാവലിരുന്നിട്ട് ആ പേപ്പർ ഈ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ആധാരമൊക്കെ വെച്ചിട്ടാണ് കിട്ടുന്നത്. എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി പത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വെച്ചത്. എനിക്ക് 16 ലക്ഷം രൂപ എനിക്ക് ലോൺ അനുവദിച്ചു. കട ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി അതിൻ്റെ ഇതൊക്കെ വർക്കൊക്കെ ആരംഭിച്ചു. രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എൻ്റെ മോന് മ്യൂസിക്കാണ്. മൊത്തം അവൻ്റെ മൈൻഡിൽ മ്യൂസിക്കാണ്. അപ്പോൾ അവൻ എഡിറ്റിങ്ങൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു അവന് ഒരു ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാവണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അറിയപ്പെടാതെ പോകുമല്ലോ എഡിറ്റിംഗ് റെക്കോർഡിങ്ങിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അറിയപ്പെടാതെ പോണ കല. അപ്പോൾ എൻ്റെ മോന് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാകണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇവൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യും. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആ ഭാഗത്തെങ്ങും കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഇവൻ്റെ ഫോണിൽ 1% ഇതുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആരും മൊബൈലൊന്നും എടുക്കാതെ ഇരിക്കുമായിരുന്നു. ഇവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോൻ അയക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് അയക്കുക, അമ്മ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് അയക്കുക, നിനക്ക് കിട്ടും. എനിക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ഇതിൽ ഒരുപാട് പേര് ഇതൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാരില്ല നീ അയക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അയച്ചു. പക്ഷെ അന്ന് രാവിലെ പിറ്റേ ദിവസം തലേ ദിവസം ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ, ഞാൻ എന്തായാലും കാറിൻ്റെ ഷോറൂമിൽ പോയി നിൽക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കരഞ്ഞു, എന്തിനാ നീ ഇത്രയും പഠിച്ചിട്ട്, നിൻ്റെ കരിയർ അതല്ലല്ലോ, നീ അവിടെ പോയി ഇല്ല, അത് നമുക്ക് ജീവിക്കണ്ടേ, ഞാൻ അവിടെ പോയി നിന്നോളാം എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടമായി, ഭയങ്കരമായിട്ട് സങ്കടമായി. അന്ന് വെളുപ്പിന് ഞാൻ മുറി അടച്ച് 3 മണിക്കിരുന്ന് 5:30 സാധാരണ എഴുന്നേക്കും. പക്ഷെ അന്ന് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഒരുപാട് കരഞ്ഞു. എൻ്റെ മോനെ അതിലോട്ട് വിടല്ലേ, അവൻ നല്ലൊരു പാവ മോനാണ്. അപ്പം അവൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്കൊരു ഇത് കൊടുക്കണേ, ഞാൻ അമ്മ മാതാവിന് വെച്ചിട്ടുണ്ടല്ലോ, എനിക്കെന്താണ് ഇത് കാണിക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും അന്ന് അവൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോസ്റ്റ് 1% ഉണ്ടായ ഒരു ചാർജ്, മൊബൈൽ ചാർജിൽ മെയിൽ അയച്ചു, എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. ഇത് മൊബൈൽ ഓഫായും പോയി. പിറ്റേ ദിവസം രാവിലെ ഫോൺ ചാർജാക്കി കഴിഞ്ഞ് ഏറ്റവും ആദ്യം തന്നെ കോള് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറുടെ കോളായിരുന്നു. നെവിൻ മോനെ ഇവിടെ 2-3 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരാൻ പറ്റും സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. ഇപ്പോൾ അവൻ ആ മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്കത് ഏറ്റവും അതും ഒരു വലിയൊരു സാക്ഷ്യം തന്നെയായിരുന്നു. കാര്യം അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചു തന്നു. എനിക്കതും ഏറ്റവും വലിയ സാക്ഷ്യം തന്നെയാണ്. മൂന്നാമതായിട്ട് ഞാൻ ഈ ലൈറ്റ് കട തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നേരത്തെ ലോണൊന്നും എടുത്തില്ല, നല്ല രീതിയിൽ തന്നെ തുടങ്ങി. വണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. നമ്മൾ ഈ സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോവും, വണ്ടിയിൽ ചെന്ന് ഈ സാധനമൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സമയം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് അപ്പോൾ എനിക്ക് ഒരു കാർ എടുക്കാനുള്ള ഒരു തന്നു, അതും എനിക്ക് മാതാവ് സഹായിച്ചു തന്നു. ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പോകാനൊക്കെ ഒരുപാട് ദൂരം പോകണം, അപ്പോൾ അതിനും എനിക്കത് സഹായിച്ചു തന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കാനഡയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരുന്നത്. ഈ 2 മാസം മുമ്പാണ് അവരതിനെ എല്ലാ പേപ്പറും ചെയ്തത്. പക്ഷെ അതും പെട്ടെന്ന് അവർ ഈ 1-ാം തീയതി UK തിരിച്ചു, അവിടെ എത്തി. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിച്ചാൽ നമുക്ക് എല്ലാം നേടിത്തരും മാതാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനം പറയുകയാണ്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് മോശ കർത്താവിനോട് പറയുന്നതാണിത്. ഇസ്രായേൽ മക്കളുടെ നീണ്ട യാത്രയിൽ, വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് തനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മോശ കർത്താവിനോട് പറയുക, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞങ്ങൾ വ്യത്യസ്തരാകും കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ എന്ന്. ഇവിടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന ഇതുതന്നെയാണ്, കർത്താവ് നമ്മുടെ കൂടെ വരണം, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഉടമ്പടിയെടുത്ത ഓരോ മക്കളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിന്ധു ഡെൽസൺ എന്ന മകള്
ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലേക്ക് വന്നു പിന്നീട് എങ്ങനെ ഈ മകള് വീണ്ടും ഒരു തിരിച്ചുപോക്ക് ഈ മകളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. അതാണ് വളരെ ആത്മാർത്ഥമായിട്ട് തൻ്റെ ജീവിതം മൊത്തം ഈ മകൾ ഇവിടെ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ വളരെ നല്ല രീതിയിൽ 10-17 വർഷം ബിസിനസ്സിൽ നല്ല ഹോൾഡുണ്ട്, ഒത്തിരിയേറെ പണവും സ്വാധീനവും ഒക്കെ ആയിട്ട് ജീവിച്ചവർ തൻ്റെ മകൻ്റെ ഫീസ് അടയ്ക്കാൻ 3000 രൂപ ഇല്ലാതെ വിഷമിക്കുന്ന ആ ഒരവസ്ഥയിലാണ് ഇവിടെ അമ്മയുടെ മടിത്തട്ടിലേക്ക് കടന്നു വരിക. കൃപാസന അമ്മയെ അങ്ങനെയാണ് ഈ മകൾ സ്വീകരിക്കുന്നത്. ഇവിടെ വന്ന് അമ്മയോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ കിട്ടുന്നതൊക്കെ കൃപകളാണ്, നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്തവർക്ക് 16 ലക്ഷം രൂപ ലോൺ കിട്ടുന്നു. നാം അതെല്ലാം കേട്ടതാണ്. ഈ മകളുടെ ഡോക്യുമെൻ്റ് ഉടമ്പടി പത്രമാണ്. ഉടമ്പടി പത്രം എടുത്ത് കയ്യിൽ പിടിക്കും, ഉടമ്പടി കാശ് രൂപവും. അതുമായിട്ട് ധൈര്യത്തോടെ ഈ മകൾ പോവുകയാണ് ഓരോ ബാങ്കിലേക്ക്. തരില്ല എന്ന് പറയുമ്പോൾ വേറൊരു ബാങ്കിലേക്ക്. അങ്ങനെ അമ്മയുമായിട്ട് ചെല്ലുമ്പോൾ, പരിശുദ്ധ അമ്മയുമായിട്ട് ചെല്ലുമ്പോൾ ആർക്കും നമ്മെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ സാധിക്കില്ല. അമ്മയാണ് പിന്നീട് അവിടെ പ്രവർത്തിക്കുക. അതാണ് ഓരോ സാക്ഷ്യങ്ങളിലൂടെയും നാം നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മകൾക്ക് ലോൺ അനുവദിക്കുന്നു. 23 വർഷമായിട്ട് വാടകയ്ക്കാണ്, സ്വന്തം വീടില്ല, കരമടച്ച ഒരു റെസിപ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള അവസരത്തിലാണ് എല്ലാ ഡോക്യുമെൻറ്റുകളും ഉള്ളവർ ഒരു ലോണിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് ഈ മകൾക്ക് 16 ലക്ഷം രൂപ ലോൺ കിട്ടുക. പിന്നീട് ഇവരുടെ ബിസിനസ് വീണ്ടും പുനരാരംഭിക്കുന്നു. അതുപോലെ തന്നെ മകൻ്റെ ജോലി, സൗണ്ട് എഞ്ചിനീയറായിട്ട് തന്നെ മകന് പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഇവരുടെ കൂടെ പരിശുദ്ധ അമ്മ നടന്ന് ഈശോയോട് കൃപകൾ മേടിച്ചു കൊടുക്കുകയാണ്. നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടി ജീവിക്കുന്നവരാകണം. ഉടമ്പടി എടുത്തതുകൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു കൃപകളും ലഭിക്കില്ല. ഉടമ്പടി ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അത് നമുക്ക് മറന്നു പോകാതിരിക്കാം. അങ്ങനെ കൃപകൾ നേടി ഇവിടെ വന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുന്ന വ്യക്തികളാകാൻ നമ്മെയും സഹായിക്കണമേ, നമ്മെ അതിനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.